നമ്മളെല്ലാവരും ജീവിതത്തിൽ വളരെ ബേസിക് ആയിട്ട് ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് സന്തോഷവും സമാധാനവും. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. കാരണം നമുക്ക് ചുറ്റും ഒരുപാട് പേര് ഡിപ്രഷൻ അവസ്ഥയിൽ കൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മളെ തന്നെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. അപ്പം ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഹാപ്പി ഹോർമോൺസിനെ പറ്റിയാണ്. ഐ എം ഡോക്ടർ ലക്ഷ്മി ശരണ്യ. വെൽക്കം ടു മൈ ചാനൽ. പ്രധാനമായിട്ടും 4 ഹോർമോൺസാണ് നമ്മൾ ഈ ഹാപ്പിനെസ് ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളൊരു ഡോസ് എന്നുള്ള വാക്കുകൊണ്ട് നമുക്കിത് ഓർത്ത് വയ്ക്കാം. ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ ആൻഡ് എൻഡോർഫിൻ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ, അതാണ് ഡോപ്പമൈൻ. പ്രത്യേകിച്ച് ഇതൊരു റിവാർഡിങ് ഹോർമോൺ എന്ന് കൂടി പറയാറുണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ആളുകൾ നമ്മളെ പ്രശംസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം അത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രോഗ്രസീവായിട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലേ. അതേപോലെ തന്നെ നമ്മൾ സെൽഫ് കെയർ ചെയ്യുമ്പോൾ, നമ്മൾ നല്ലൊരു ആഹാരം കഴിക്കുമ്പോൾ, നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ സെലക്ട് ചെയ്തിട്ട് ഇടുമ്പോൾ ഒക്കെ നമുക്ക് ഈ ഡോപ്പമൈൻ ഉണ്ടാവാറുണ്ട്. അതേപോലെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അഡിക്ഷൻസ് ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ടൊബാക്കോ അല്ലെങ്കിൽ സ്മോക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ചായ കുടിക്കുന്നത് തന്നെ, ഒരുപാട് ചായ കുടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ഹാപ്പിനെസ് ഡോപ്പമൈൻ കാരണമാണ്. പക്ഷെ ഇതൊക്കെ ഒരു അൺഹെൽത്തി ആയിട്ടുള്ളൊരു രീതിയാണ്. പക്ഷേ ഹെൽത്തി ആയിട്ട് രീതിയിൽ നമുക്ക് ഡോപ്പമൈൻ കിട്ടണമെങ്കിൽ നല്ല ആഹാരം കഴിക്കാം, ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാം. ഇതൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് നമുക്കത് അച്ചീവ് ചെയ്യാം. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഡോപ്പമൈൻ ലഭിക്കും. അടുത്ത ഹോർമോണാണ് ലവ് ഹോർമോൺ, അതായത് ഓക്സിറ്റോസിൻ. പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ നടക്കുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് കാലത്തിന് ശേഷം നമ്മുടെ ഒരു ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുമ്പോൾ, അവരെ വിളിക്കുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാകുന്നൊരു സന്തോഷമില്ലേ, അതാണ് ഓക്സിറ്റോസിൻ. പ്രത്യേകിച്ച് നമ്മളിപ്പം നമ്മുടെ അമ്മമാരാണെങ്കിൽ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ, കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ, അവരെ കെട്ടിപ്പിടിക്കുമ്പോൾ ഒക്കെ ഈ ഓക്സിറ്റോസിൻ ഉണ്ടാകും. അതുപോലെ പാല് കൊടുക്കുമ്പോൾ, അതേപോലെ ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ ആരെങ്കിലും കാണുകയാണ്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ തുടങ്ങുകയാണ്, ആ ഒരു സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഈ ഓക്സിറ്റോസിൻ ഉണ്ടാവാറുണ്ട്. പിന്നെ പെറ്റ്സിനെ വളർത്തുന്ന ആളുകൾക്ക് ഈ പെറ്റ്സ് വരുമ്പോഴും അവരെ കൂടെ നടക്കുമ്പോഴൊക്കെ ഈ ഒരു ഓക്സിറ്റോസിനാണ് ഉണ്ടാവുന്നത്. പ്രത്യേക ഒരു സാഹചര്യത്തിൽ നമ്മൾ പെട്ടെന്ന് ആങ്ഷ്യസ് ഒക്കെ ആവുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ പഴയ പോലെ കാമാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് സെറട്ടോണിൻ. അത് മൂഡ് സ്റ്റെബിലൈസർ ഹോർമോണാണ് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് നമ്മളിപ്പം ഒരു പ്രകൃതിയിലേക്ക് ഇറങ്ങി നടക്കുകയാണ്, നല്ലൊരു പാട്ട് കേൾക്കുകയാണ്, മഴ ആസ്വദിക്കുകയാണ്, എന്തെങ്കിലും പഴയ നൊസ്റ്റാൾജിയൊക്കെ ആസ്വദിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നൊരു ഹോർമോണാണ്. ഈ ഹാപ്പിനെസ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ സെറട്ടോണിൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ യോഗ, എക്സസൈസ്, മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഹോർമോൺ ഉണ്ടാവും. ഇത് നമുക്ക് ചില ഭക്ഷണത്തിൽ നിന്നും കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് ബനാന, ഓട്സ്, നട്ട്സ്, ഫിഷ്, മിൽക്ക്, ഈ ഒരു ഫുഡുകളൊക്കെ കഴിക്കുമ്പോഴും നമുക്ക് ഒരു അളവിൽ സെറട്ടോണിൻ ലഭിക്കും. ചിലപ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും വേദനയൊക്കെ വരുമ്പോൾ നമ്മൾ പാട്ട് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു തമാശ സിനിമ ഇരുന്ന് കാണുമ്പോഴോ ആ വേദന കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിന് കാരണം എൻഡോർഫിൻ എന്നുള്ള ഹോർമോൺ കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഹോർമോൺ കിട്ടണമെങ്കിൽ നമ്മൾ ചെറിയ അളവിൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുക, എക്സസൈസ് ചെയ്യുക, അതുപോലെ സെക്ഷൽ റിലേഷൻഷിപ്പിലൊക്കെ ഏർപ്പെടുമ്പോൾ ഈ എൻഡോർഫിൻ ഉണ്ടാവാറുണ്ട്. അതേപോലെ നമുക്ക് എന്തെങ്കിലും ചെറിയ വേദനകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ചെറിയ ചില മോഡിഫിക്കേഷൻസ് വരുത്തിയാൽ മതി ജീവിതത്തിൽ. നമ്മൾ തലേന്ന് തന്നെ പിറ്റേന്ന് ചെയ്യാൻ അത്യാവശ്യമുള്ള 2-3 കാര്യങ്ങൾ എഴുതി വെക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ടിക്ക് ഇട്ട് വെക്കുക. അത് കാണുമ്പോൾ തന്നെ പിറ്റേന്ന് നമുക്കത് ചെയ്യാൻ വീണ്ടും ഒരു ഊർജ്ജം ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ടോ അല്ലെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സോ ആരെങ്കിലും ആയിട്ടൊക്കെ ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക, അവരുമായി പുറത്തിറങ്ങി നടക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അതേപോലെ എന്തെങ്കിലും ടെൻഷനൊക്കെ വരുമ്പോൾ കണ്ണടച്ച് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, നമ്മൾ ബ്രീത്ത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒന്ന് യോഗ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, സൺലൈറ്റ് കൊള്ളുക. പിന്നെ ചില ഭക്ഷണങ്ങൾ, അതായത് മുട്ട, പാല് എന്നിവയൊക്കെ നമ്മൾ ഡെയിലി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഇതൊക്കെ ചെയ്യുന്നതോട് തന്നെ നമുക്ക് ഈ ഒരു ഹാപ്പി ഹോർമോൺ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. എല്ലാ ദിവസവും വളരെ നന്നായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാനും സാധിക്കും. അപ്പോൾ ഇനി വേറൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.